നമ്മൾ മെംബ്രേനസ് ലാബിരിന്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. മെംബ്രേനസ് ലാബിരിന്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു, ലാബിരിന്തിന്റെ രണ്ട് പോർഷൻസിൽ മെയിൻ പോർഷനാണ് ബോണി ലാബിരിന്ത്, രണ്ടാമത്തത് മെംബ്രേനസ് ലാബിരിന്തും. ഈ മെംബ്രേനസ് ലാബിരിന്ത് എന്ന് പറയുന്നത് ബോണി ലാബിരിന്തിന്റെ ഉള്ളിലുള്ള ഒരു ഡക്ട് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ബോണി ലാബിരിന്ത് എന്ന് പറയുന്നത് മെംബ്രേനസ് ലാബിരിന്തിന്റെ പുറത്തുള്ളൊരു കവറിംഗ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലാബിരിന്തിന്റെ പാർട്ടാണ് ബോണി ലാബിരിന്ത് പറയുന്നത്. എങ്ങനെ ബോണി ലാബിരിന്ത് വരയ്ക്കാം? ഓൾറെഡി ടോൾഡ് ഇറ്റ്സ് എ കവറിംഗ് ലൈക്ക് ആക്ട് ആസ് എ കവറിംഗ് ടു മെംബ്രേനസ് ലാബിരിന്ത്. മെംബ്രേനസ് ലാബിരിന്തിന്റെ പുറത്തുകൂടി ഇങ്ങനെ കവർ ചെയ്തിട്ട് when we draw as a covering like structure to these വരയ്ക്കുമ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഇതിപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അതായത് ബോണി ലാബിരിന്ത് എന്ന് പറയുന്നത് ലാബിരിന്തിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടും മെംബ്രേനസ് ലാബിരിന്ത് എന്ന് പറയുന്നത് അതിന്റെ ഇന്നർ മോസ്റ്റ് പാർട്ടും ആണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു മെംബ്രേനസ് ലാബിരിന്തിന്റെ ഉള്ളിലുള്ള, അതായത് ഈ ഡക്ട് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡാണ് ഏത്? എൻഡോലിംഫ്. Bony labyrinth is a bony-like structure. There will be a space between. Okay, there is space between these duct system and in the bony labyrinth. അതെന്തായിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്? It also consists a fluid called perilymph. Okay, so we can say that the fluid inside the membranous system or membranous duct system or membranous labyrinth is endolymph. So the fluid between the bony labyrinth and membranous labyrinth is perilymph. ഇനി നമുക്ക് പാർട്സ് ഓഫ് ബോണി ലാബിരിന്ത് നോക്കാം. നേരത്തെ പറഞ്ഞു മെംബ്രേനസ് ലാബിരിന്തിന്റെ പോർഷനാണെന്ത്? യൂട്രിക്കിളും സാക്യൂളും. ഇവിടെ ബോണി ലാബിരിന്തിനും അതേ പൊസിഷനിൽ ഒരു പാർട്ടുണ്ട്, ദീസ് പാർട്ട്, റൈറ്റ്. അത് യൂട്രിക്കിളിന്റെ സാക്യൂളിനെയും ക്യാരി ചെയ്യുന്നുണ്ട്. ദിസ് മെയിൻ പാർട്ട് ഓഫ് ദി ബോണി ലാബിരിന്ത് ഈസ് കോൾഡ് വെസ്റ്റിബ്യൂൾ, റൈറ്റ്. Vestibule is the first part of the bony labyrinth. It has two recesses. One is called spherical recess. The initial one is the spherical recess. അപ്പോൾ അത് എന്തിനെ ക്യാരി ചെയ്യാനായിരിക്കും? യെസ്, സാക്യൂൾ. ആൻഡ് ദ ലാർജർ വൺ recess called, it's a shape of ellipse. Elliptical recess for the carry of utricle, right? Vestibular part is the major portion of the bony labyrinth. It has two recesses. One is the spherical recess which carries the lodges the saccule, and second recess is the elliptical recess which lodges the utricle. Okay, vestibule has 5 connections as the same as the 5 connections of utricle and semicircular duct. Here the vestibule has 5 connections with the semicircular canals. In the case of bony labyrinth, it is semicircular canal, റൈറ്റ്. ബോണി ലാബിരിന്തിന്റെ കേസിൽ സെമി സർക്കുലർ കനാൽ ആയിരുന്നു. അതിന്റെ ഡക്ട് സിസ്റ്റം സെമി സർക്കുലർ ഡക്ട് വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് മെംബ്രേനസ് ലാബിരിന്ത്. സെമി സർക്കുലർ കനാലിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ 3 in number. ഫസ്റ്റ് വൺ ഈസ് സുപ്പീരിയർ, സെക്കൻഡ് ഈസ് posterior, and third one is lateral.
ഓക്കെ, സംശയ superior, posterior, lateral. Each has two ends. One end is called ambulatory end and second end is called non-ambulatory end. Right? Same as that of superior semicircular canal, posterior semicircular canal also have a non-ambulatory end and an ambulatory end. Lateral also have a non-ambulatory end and ambulatory end. Right? So there are 6 ends total for the semicircular canal, not for the ducts. Ducts in the case of membranous labyrinth, here it is bony labyrinth, അപ്പോൾ കനാല് മാത്രം. ഇവിടെ നോക്കൂ, സുപ്പീരിയർ സെമി സർക്കുലർ കനാലിന്റെ നോൺ ആംബുലേറ്ററി എൻഡും പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാലിന്റെ നോൺ ആംബുലേറ്ററിയും കൂടി ചേർന്നിട്ട് ഒരൊറ്റ കണക്ഷൻ ആയിട്ടാണ് എങ്ങോട്ട്, യൂട്രിക്കിളിലേക്കല്ല, ബോണി ലാബ്രിന്ത് പറയുമ്പോൾ വെസ്റ്റിബ്യൂളിലേക്ക്, വെസ്റ്റിബ്യൂളിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് കണക്ഷൻ, ദ ടോട്ടൽ കണക്ഷൻ ഓഫ് നോൺ ആംബുലേറ്ററി എൻഡ് ഓഫ് എന്ത് സുപ്പീരിയർ സെമി സർക്കുലർ കനാലും പ്ലസ് നോൺ ആംബുലേറ്ററി എൻഡ് ഓഫ് പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാലും ചേർന്നതാണ് എന്ത്, ക്രസ് കമ്മ്യൂണെ. എന്താണ് ക്രസ് കമ്മ്യൂണെ? റൈറ്റ്, ഇറ്റ് ഈസ് ദ കണക്ഷൻ ഓഫ് non-ambulatory end of superior semicircular canal and non-ambulatory end of posterior semicircular canal joins to open to vestibule. അത് മനസ്സിലാക്കണം, ആ ഡിഫറൻസ് മനസ്സിലാക്കണം. മെംബ്രേനസ് ലാബ്രിന്തിന്റെ കേസിൽ എവിടുന്നായിരുന്നു, യൂട്രിക്കിളും സെമി സർക്കുലർ ഡക്റ്റുമായിരുന്നു കണക്ഷൻ. അതിനെ കവർ ചെയ്തിട്ടുള്ള ബോണി ലാബ്രിന്തിലാവുമ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ vestibule instead of utricle and semicircular canal instead of semicircular duct. ഓക്കെ, ഇത്രയും മനസ്സിലായോ? സോ നമ്മൾ ഓൾറെഡി 2 പാർട്ട് ഓഫ് ബോണി ലാബ്രിന്ത് പഠിച്ചു. ഒന്ന് വെസ്റ്റിബ്യൂൾ, 2 സെമി സർക്കുലർ കനാൽ, മൂന്നാമത്തതാണ് ദിസ് കോയിൽഡ് പോർഷൻ കോൾഡ് കോക്ലിയ. റൈറ്റ്, ഇത് മാത്രം എന്തുകൊണ്ടാണ് വരച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കാൻ, അത് മാത്രമായിട്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഈസ് വെസ്റ്റിബ്യൂൾ, കൺസിസ്റ്റ് ഓഫ് 2 റീസസ്, എലിപ്റ്റിക്കൽ ആൻഡ് spherical recess. Spherical recess lodges the saccule, elliptical recess lodges utricle. 5 connections from the semicircular canal to the vestibule. Okay, and the third part is the cochlea. ഈ കോക്ലിയന്റെ ഉള്ളിലുള്ള മെംബ്രൈനസ് ലാബ്രിന്തിന്റെ പാർട്ടിന് എന്തെങ്കിലും പറയാം, കോക്ലിയർ. കോക്ലിയർ ഡക്ട്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കോക്ലിയർ ഡക്ട് എങ്ങനെ ഉണ്ടായിരുന്നത് പറഞ്ഞു, ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. ഇവിടെ ഏതാ, റൈസ്നസ് മെംബ്രെയിൻ. ബേസിലേതാ, ബേസിലാർ മെംബ്രെയിൻ. ഇതേതാ, സ്ട്രയാ വാസ്കുലാരിസ്. റൈറ്റ്, കോയിൽഡ് ട്യൂബാണ്, കോക്ലിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഏതുണ്ട്, എൻഡോ ലിംഫോണ്ട്. ദ കോക്ലിയർ ഡക്ട് ക്രോസ് സെക്ഷൻ എടുത്താൽ ട്രയാങ്കുലർ കിട്ടും. എന്നാൽ ബോണി പാർട്ട് കവർ ചെയ്തിട്ടുള്ള കോക്ലിയന്റെ പോർഷൻ എടുത്താൽ ഇറ്റ് വിൽ ബി സർക്കുലർ ആയിരിക്കും. പക്ഷെ ഇതെങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് വരയ്ക്കാം, ഒന്ന് വരച്ചു നോക്കുക. കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും, ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ക്യാവിറ്റീൻ്റെ പുറത്തൊരു സർക്കുലർ ക്യാവിറ്റി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരയ്ക്കാം, ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിട്ട്, അല്ല
സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ഒരു ട്രയാങ്കിൾ, റൈറ്റ്? ഇപ്പം കറക്റ്റായില്ലേ? ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് ഇങ്ങോട്ട് വെച്ചാൽ ക്രോസ് സെക്ഷൻ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഇത് എന്ത് തന്നെ? കോക്ലിയർ ഡക്റ്റ് തന്നെ. അപ്പർ പാർട്ട് റൈസ്നസ് മെംബ്രെയിൻ, ബേസ് പാർട്ട് ബേസിലാർ മെംബ്രെയിൻ, ലാറ്ററൽ പാർട്ട് സ്ട്രയ വാസ്കുലാരിസ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാവിറ്റിയിൽ എന്തുണ്ടാവും? എന്തായിരിക്കും? ഇത് കോക്ലിയർ ഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? എൻഡോലിംഫ് ഉണ്ടാവും. ഇവിടെ പുറത്തായിട്ട് എന്തെന്ന്? ബോണി ക്യാവിറ്റി. ഓക്കെ, റൈറ്റ്. ഇനി 2 പാർട്സും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, ഇവിടെ ഒരു ക്യാവിറ്റി. സുപ്പീരിയർ ടു എന്തെന്നാ? കോക്ലിയർ ഡക്റ്റ്. ദ പാർട്ട് ക്യാവിറ്റി ഈസ് കോൾഡ് സ്കാല വെസ്റ്റിബുലൈ. പാർട്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും? കമ്പാർട്ട്മെന്റ് ആക്കുകയല്ലേ ചെയ്യുന്നത്? കോക്ലിയയ്ക്ക് 3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ബോണിക്ക്. ബോണി labyrinth has a part called cochlea. It has 3 compartments, right? Cross section എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 compartments. First is scala vestibuli. Inside it is the scala media or cochlear duct, right? Scala media. The lower part or lower compartment is the scala tympani, right? So പഠിച്ചു കഴിഞ്ഞു എന്തെന്ന്? 3 കമ്പാർട്ട്മെന്റ്സ് കോക്ലിയയ്ക്ക് ഉണ്ട്. കോക്ലിയ എന്തിന്റെ പാർട്ടാ? ബോണി ലാബ്രിന്തിന്റെ. So first compartment is called scala vestibuli, the upper compartment above the rhizinous membrane. The second compartment in the middle, it is the scala media or cochlea duct, right? Membranous labyrinthന്റെ പോർഷൻ തന്നെയാണ്. അതിൽ എന്തിലും കൂടെ വരുന്നുണ്ട്? കോക്ലിയയിലും വരുന്നുണ്ട്. കാരണം കട്ട് സെക്ഷൻ ചെയ്താൽ, ബോണി ലാബ്രിന്ത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? സെൻട്രലായിട്ട് ഇങ്ങനെ എന്ത് കിട്ടും? മെംബ്രേനസ് ലാബ്രിന്തും കിട്ടും, right? It's scala media and the lower part is called scala tympani. ഇതിലൂടെ ഏത് ഫ്ലൂയിഡ് ആയിരിക്കും ഒഴുകുക? ഇറ്റ് ഈസ് എൻഡോലിംഫ്. എൻഡോലിംഫ്. ഇതിൽ രണ്ട് കൂടിയോ? അതാ പറഞ്ഞത്, ഇൻസൈഡ് ബിറ്റ്വീൻ ദി മെംബ്രേനസ് ലാബ്രിന്ത് ആൻഡ് ബോണി ലാബ്രിന്ത് എന്തുണ്ട്? പെരിലിംഫ്. ഇപ്പം കൺസെപ്റ്റ് മനസ്സിലായോ? So, membranous labyrinth inside the bony labyrinth. Bony labyrinth consists of 3 parts: vestibule, semicircular canal, cochlea. Right? Compare ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നുകൂടെ പഠിക്കുമ്പോൾ റെഡി ആയിക്കോളും. So the labyrinth has 2 parts. The main part is the bony labyrinth and the inner part is membrane. So the first one നമുക്ക് എഴുതാൻ എന്ത്? ഔട്ടർ ആണ് ബോണി, ഇന്നർ ആണ് മെംബ്രേനസ്, റൈറ്റ്? പിന്നെ എന്താ എഴുതാം? പാർട്സിനെ പറ്റി എഴുതാം. ഇവിടെ ഏതൊക്കെ വരും? വെസ്റ്റിബ്യൂൾ വരും, സെക്കൻഡ് വൺ സെമി സർക്കുലർ കനാൽ വരും, തേർഡ് വൺ കോക്ലിയ വരും, റൈറ്റ്? അതേപോലെ ഇവിടെ എന്ത് വരും? മെംബ്രേനസ് വെസ്റ്റിബ്യൂളിന് പകരം യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ, റൈറ്റ്? സെമി സർക്കുലർ കനാലിന് വരും അതിൻ്റെ ഡക്റ്റ് എന്ത്? സെമി സർക്കുലർ കനാൽ ഡക്റ്റ്. കോക്ലിയയ്ക്ക് വരെ അവിടെ എന്ത് വരും? കോക്ലിയർ ഡക്റ്റ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബോണി ലാബ്രിന്തിൻ്റെയും മെംബ്രേനസ് ലാബ്രിന്തിൻ്റെയും ഇടയിലുള്ള ഫ്ലൂയിഡ് ഏതായിരുന്നു? പെരിലിംഫ്. ഇവിടെയോ? ഇവിടെ ഏതാ? മെംബ്രേനസ് ലാബ്രിന്തിൻ്റെ ഉള്ളിൽ എൻഡോലിംഫ്. കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മെംബ്രേനസ് ലാബ്രിന്തിനെ നടുക്ക് എഴുതാം, ഇടയിലുള്ളതല്ലേ? പെരിലിംഫ്, റൈറ്റ്? എൻഡോലിംഫ് ഈസ് ഓൺലി കൺസിസ്റ്റ് ഇൻ മെംബ്രേനസ് ലാബ്രിന്ത്. ഇനി കണക്ഷൻ ഏതായിരുന്നു?
ഇവിടെ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും തമ്മിലാണ് കണക്ഷൻ. എത്ര? 5 കണക്ഷൻസ് ഉണ്ട്. ഇവിടെ ഏതൊക്കെയാ അതിന് പകരം? സെമി സർക്കുലർ ഡക്ട്സും യൂട്രിക്കിളും തമ്മിൽ എത്ര കണക്ഷൻ? 5 കണക്ഷൻ. ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? ആദ്യം മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലാബ്രിന്ത് എന്ന് പറയുന്ന ഒരു ടോട്ടൽ സ്ട്രക്ചറാണ്. അതിൻ്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന പാർട്ടാണെന്ത്? ബോണി. ഉള്ളിൽ ഒരു ഡക്ട് സിസ്റ്റം ഉണ്ട്, അതാണ് മെംബ്രേനസ് ലാബ്രിന്ത്. ഔട്ടർ ബോണി ലാബ്രിന്ത് ആൻഡ് ഇന്നർ മെംബ്രേനസ് ലാബ്രിന്ത്. ബോണി ലാബ്രിന്ത് ഹാസ് 3 parts: vestibule, semicircular canal, cochlea. Membranous labyrinth has 3 parts: utricle and saccule, semicircular duct, cochlear duct. ഈ യൂട്രിക്കിൾ ആൻഡ് സാക്യൂള് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസസ് അടങ്ങിയ പാർട്ടാണെന്ത്? വെസ്റ്റിബ്യൂൾ. സെമി സർക്കുലർ ഡക്ട് എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാൽസിന്റെ ഡക്റ്റാണ്. എത്ര ഉണ്ട് സെമി സർക്കുലർ കനാൽ? 3. സുപ്പീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ. ഓരോന്നിനും ആംബുലേറ്ററി എൻഡുമുണ്ട്, നോൺ ആംബുലേറ്ററി എൻഡുമുണ്ട്. നോൺ ആംബുലേറ്ററി എൻഡ്, ആംബുലേറ്ററി, ആംബുലേറ്ററി, നോൺ ആംബുലേറ്ററി. ഇതിൽ സുപ്പീരിയറിന്റെയും പോസ്റ്റീരിയറിന്റെയും നോൺ ആംബുലേറ്ററി തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ആ കമ്പൈൻ ചെയ്തിട്ടുള്ള കണക്ഷന്റെ പറയുന്ന പേരാണ് ക്രസ് കമ്മ്യൂണെ. റൈറ്റ്? ഇനി തേർഡ് വൺ ഈസ് കോക്ലിയ. ഇറ്റ് ഈസ് എ കോയിഡ് ലൈക്ക് സ്ട്രക്ചർ. അതിൻ്റെ ഉള്ളിൽ മെംബ്രേനസ് ലാബ്രിന്ത് ഉണ്ട്, കോക്ലിയർ ഡക്ട് ഉണ്ട്, 3 compartments ഉണ്ട്, സ്കാല, vestibuli, scala, media and scala tympani. Right? Here the connection is between the semicircular canal and vestibule. Here the connection is between the semicircular canal ducts and the utricle. Okay, that is all about the labyrinth, both bony and membranous labyrinth. Okay, thank you.